ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷിന്റെ നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സെന്റൻസ് എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. നമ്മൾ യൂസ് ചെയ്ത എല്ലാ മെത്തേഡും, അതായത് നമ്മൾ തൊട്ട് മുമ്പേ പഠിച്ച എല്ലാ മെത്തേഡും യൂസ് ചെയ്തിട്ട് എങ്ങനെ ഇംഗ്ലീഷ് സംസാരിക്കുന്നു എന്നാണ്. വളരെ സിമ്പിളായ വീഡിയോ ആണ് കേട്ടോ. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. കണ്ടിഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഓക്കെ, നമുക്ക് സെന്റൻസിലേക്ക് കടക്കാം. ഇപ്പോൾ ഞാൻ വെള്ളം കുടിച്ചു. ഐ ഡ്രാങ്ക് വാട്ടർ. അവൾ ഇവിടെ വന്നു. ഷീ കെയിം ഹിയർ. അവൾ ഇവിടെ വന്നു. വളരെ സിമ്പിൾ ആയിട്ടുള്ളതാണ് കേട്ടോ. അവൻ കഥ എഴുതുകയാണ്. ഈ ഒരു യൂസേജ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഹി ഈസ് എഴുതുക, റൈറ്റിംഗ്. ഹി ഈസ് റൈറ്റിംഗ് എ സ്റ്റോറി. അവനൊരു കഥ എഴുതുകയാണ്. ഞങ്ങൾ ബസ് കാത്തു നിൽക്കുകയാണ്. വി ആർ വെയിറ്റിംഗ് ഫോർ ദ ബസ്. ഇനി അവൻ വാതിൽ തുറന്നു. ഹി ഓപ്പൺഡ് ദ ഡോർ. അവൻ വാതിൽ തുറന്നു. അവർ പുറത്തു പോയി. They went out. അവർ പുറത്തു പോയി. ഒരു സംഭവം കാണുന്നില്ലെന്ന് പറയാണ് അല്ലെ? ഇത് നമ്മൾ പഠിച്ചതാണല്ലോ. ഫോർ എക്സാമ്പിൾ, എന്റെ ബാഗ് കാണുന്നില്ല. ഐ കാൺട്ട് ഫൈൻഡ് മൈ ബാഗ്. എന്റെ ഫോൺ എവിടെ? അല്ലെ, ഇത് വേറൊരു യൂസേജ് ആണ്. എന്റെ ഫോൺ എവിടെ? വേർ ഈസ് മൈ ഫോൺ? എന്റെ ഫോൺ എവിടെ? ഞാൻ എടുത്തിട്ടില്ല. എങ്ങനെ പറയാ? ഐ ഡിഡ്ന്റ് ടേക്ക്. ഇനി ഞാൻ അത് എടുത്തിട്ടില്ല. ഐ ഡിഡ്ന്റ് ടേക്ക് ഇറ്റ്. ഞാൻ ബാഗ് എടുത്തിട്ടില്ല. ഐ ഡിഡ്ന്റ് ടേക്ക് മൈ ബാഗ്. അല്ലെങ്കിൽ ഐ ഹാവൻറ്റ് ടേക്കൺ മൈ ബാഗ് എന്ന് പറയാം കേട്ടോ. ഓക്കെ, എന്റെ വാച്ച് മറന്നു. ഐ ഫോർഗോട്ട് മൈ വാച്ച്. ഞാൻ എങ്ങനെ ഇവിടെ ഇരിക്കും? ഇത് നമ്മൾ പഠിച്ചതാണ് അല്ലെ? ഞാൻ എങ്ങനെ ഇവിടെ ഇരിക്കും? ഞാനാണ് സബ്ജക്റ്റ്. എങ്ങനെ, ഹൗ ആണ്. ഇവിടെ ഇരിക്കും, ഹൗ വിൽ ഐ സിറ്റ് ഹിയർ. ഞാൻ എങ്ങനെ ഇവിടെ ഇരിക്കും അല്ലെ? ഇനി അതുപോലെ അവൻ എങ്ങനെ പോയി? കഴിഞ്ഞ കാര്യമാണ്, പോയ കാര്യമാണ്. അപ്പം എങ്ങനെ ചോദിക്കുക? എങ്ങനെ പോയി? ഹൗ ഡിഡ് ഹി ഗോ. അവൻ എങ്ങനെ പോയി അല്ലേ? ഇനി അവൻ എവിടെ പോയി എന്നാണെങ്കിലോ, അവൻ എവിടെ പോയി? വേർ ഡിഡ് ഹി ഗോ. അവൻ എവിടെ പോയി അല്ലെ? പാസ്റ്റ് ആണ്, പക്ഷെ നമ്മൾ ഡിഡ് വന്നത് കൊണ്ട് തന്നെ വെർബ് V1 ഫോമിലാണ് ഇവിടെ വരേണ്ടത് അല്ലെ? ഡിഡ് വന്നത് കാരണം. ഓക്കെ, ഞാൻ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. ഐ ഹാവ് ഹാഡ് ഫുഡ് എന്ന് പറയാം. ഐ ഹാവ് ഈറ്റൻ ഫുഡ് എന്ന് പറയാം അല്ലെ? ഞാൻ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. ഞാൻ വെള്ളം കുടിച്ചിട്ടുണ്ട്. ഐ ഹാവ് ഡ്രങ്ക് വാട്ടർ. ഞാൻ വെള്ളം കുടിച്ചിട്ടുണ്ട്. ഇനി അവൻ വന്നിട്ടുണ്ട്. ഹി ഹാസ് കം. അവൻ വന്നിട്ടുണ്ട്. അവൻ എന്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. എങ്ങനെ പറയാ? ഹി ഹാസ് കം ടു മൈ ഹൗസ്. അവൻ എന്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. ഞാൻ അവന്റെ വീട്ടിൽ പോയിട്ടുണ്ട്. എങ്ങനെ പറയാ? ഞാൻ പോയിട്ടുണ്ട്. ഐ ഹാവ് അല്ലെ? അവിടെ ഐ ഹാവ് എന്നാണ്. ഐ ഹാവ് ഗോൺ ടു ഹിസ് ഹൗസ്. ഞാൻ അവന്റെ വീട്ടിൽ പോയിട്ടുണ്ട്. അവർ എന്നെ ക്ഷണിച്ചിട്ടുണ്ട്. എങ്ങനെ പറയാ? ക്ഷണിക്കുക, ഇൻവൈറ്റ് ആണ്. ക്ഷണിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പം എന്നെ ക്ഷണിച്ചിട്ടുണ്ട്. ആരെ ക്ഷണിച്ചത്? അവരാണ് അല്ലെ? അവരെന്ന് പറയുമ്പോൾ പ്ലൂറലാണ്. They have invited me. അവർ എന്നെ ക്ഷണിച്ചിട്ടുണ്ട്. നീ എന്താണ് ധരിക്കുന്നത്? അല്ലെ? എങ്ങനെ ചോദിക്കുക? നമ്മൾ എന്താണെന്ന് പറയാൻ വേണ്ടിട്ട് ധരിക്കുന്നത് ഓൺ ദി സ്പോട്ടിലാണ്, അതായത് കണ്ടിന്യൂസിലാണ് പറയേണ്ടത്. വാട്ട് ആർ യു വിയറിംഗ്? നീ എന്താണ് ധരിക്കുന്നത്? നീ എന്താ പുരട്ടുന്നത്? ഒരാൾ ഇങ്ങനെ കയ്യിൽ എന്തെങ്കിലും ഒരു മരുന്ന് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ചോദിക്കുക, നീ എന്താ പുരട്ടുന്നത് അല്ലെ? നീ എന്താ പുരട്ടുന്നത്? വാട്ട് ആർ യു അപ്ലൈ? നീ എന്താ പുരട്ടുന്നത്? അവിടെ എന്താ പുരട്ടുന്നത് എന്നാണെങ്കിൽ വാട്ട് ഈസ് ഷീ അപ്ലൈയിങ്? അവൾ എന്താ പുരട്ടുന്നത്? ഇനി ഞാൻ ബോട്ടിൽ എടുത്തു. ഐ ടുക്ക് മൈ ബോട്ടിൽ. ഞാൻ എൻ്റെ ബോട്ടിൽ എടുത്തു. ഇനി ഞാൻ എൻ്റെ ബോട്ടിൽ എടുക്കുകയാണ്. ഐ ആം
ടേക്കിംഗ് മൈ ബോട്ടിൽ. ഐ ആം ടേക്കിംഗ് മൈ ബോട്ടിൽ. ഞാൻ എൻ്റെ ബോട്ടിൽ എടുക്കുകയാണ്. ഇനി ഞാൻ എൻ്റെ ബോട്ടിൽ എടുത്തിട്ടുണ്ട് എന്ന് പറയുകയാണെങ്കിലോ, ഐ ഹാവ് ടേക്കൺ മൈ ബോട്ടിൽ. ഐ ഹാവ് ടേക്കൺ മൈ ബോട്ടിൽ. ഞാൻ എൻ്റെ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ഞാൻ കൈ കഴുകി. ഞാൻ കൈ കഴുകി. കഴുകുക വാഷ് ആണ് അല്ലെ. അപ്പം ഐ വാഷ്ഡ്, കഴുകി എന്നാണ്. ഐ വാഷ്ഡ് മൈ ഹാൻഡ്സ്. I washed my hands, I washed my face, I washed my legs. ഇങ്ങനെ പലതും പറയാട്ടോ. ഓക്കെ, ഇനി അവൻ നാളെ എന്നെ വിളിക്കും. ഇത് വേറൊരു ടൈപ്പാണ് അല്ലെ. അവൻ നാളെ എന്നെ വിളിക്കും. അവൻ വിളിക്കും. He will call. He will call me tomorrow. He will call me tomorrow. അവൻ എന്നെ നാളെ വിളിക്കും. ഇനി അവൻ എന്നെ വിളിച്ചു എന്ന് പറയുമ്പോൾ he called. He called അല്ലെ. വിളിച്ചു എന്ന് പറയുമ്പോൾ he called ആണ്. അവൻ എന്നെ ഇപ്പം ഒരു പരിപാടിയിലേക്ക് വിളിച്ചു എന്ന് പറയുകയാണെങ്കിൽ he invited എന്ന് പറയണം കേട്ടോ. he invited. ഒരു വിവാഹം അല്ലെങ്കിൽ ഒരു എൻഗേജ്മെന്റ് അല്ലെങ്കിൽ ഒരു സൽക്കാരം, ഇങ്ങനെ എന്തിനെങ്കിലും വിളിക്കുന്ന ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ കോൾഡ് എന്നൊന്നും പറയരുത്. അവിടെ ഇൻവൈറ്റ് ഓർ ഇൻവൈറ്റഡ് എന്നൊക്കെ പറയാം, ഇൻവൈറ്റിംഗ് എന്നൊക്കെ പറയാം കേട്ടോ. അപ്പോൾ അവൻ എന്നെ വിളിച്ചു എന്ന് ചുമ്മാ പറയുകയാണെങ്കിൽ ഹി കോൾഡ് ആണ്. ഹി കോൾഡ് മീ. അവൻ എന്നെ വിളിച്ചു. ഇനി അവൻ എന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം വിളിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഹി ഈസ് കോളിംഗ് മീ. ഹി ഈസ് കോളിംഗ് മീ. അവൻ എന്നെ വിളിക്കുകയാണ്. ഓക്കെ, അവൻ എന്നെ വിളിച്ചിട്ടുണ്ട് പറയുകയാണെങ്കിൽ ഐ ഹാവ് കോൾഡ് മീ. ഐ ഹാവ് കോൾഡ്. അവിടെ ഹാവ് യൂസ് ചെയ്യുന്നു, കോൾഡ് എന്ന് പറയുന്നു. ഐ ഹാവ് കോൾഡ് മീ. ഓക്കെ, നീ അവളെ വിളിക്കാറുണ്ടോ? നീ അവളെ വിളിക്കാറുണ്ടോ? പതിവ് കാര്യം ചോദിക്കുകയാണ്. നീയാണ് സബ്ജക്റ്റില്. നീ അവളെ വിളിക്കാറുണ്ടോ എന്നാണ്. അപ്പൊ എന്താ പറയാ, ഡു യു കോൾ ഹർ? ഡു യു കോൾ ഹർ? നീ അവളെ വിളിക്കാറുണ്ടോ? ഇനി അവൾ നിന്നെ വിളിക്കാറുണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിലോ, അവൾ നിന്നെ വിളിക്കാറുണ്ടോ? ഇങ്ങനെയും നമ്മൾ ചോദിക്കാറുണ്ട് അല്ലെ. അവൾ നിന്നെ വിളിക്കാറുണ്ടോ? അവളാണ്. അപ്പൊ ഡസ് ഷീ കോൾ യു? ഡസ് ഷീ കോൾ യു? ഡസ് ഷീ കോൾ യു? അവൾ നിന്നെ വിളിക്കാറുണ്ടോ? ഇവിടെ കോൾസ് യു എന്ന് പറയരുത്. കാരണം നമ്മളിവിടെ ഡസിനെ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ ക്വസ്റ്റ്യൻ ആയിട്ട്, ഓക്സിലറി ആയിട്ട് നമ്മൾ ഡസ് വന്നിട്ടുണ്ട്. സോ നമ്മൾ കോൾസ് എന്ന് പറയരുത്, കോൾ എന്ന് പറയണം കേട്ടോ. അപ്പൊ ഡസ് ഷീ കോൾ യു? അവൾ നിന്നെ വിളിക്കാറുണ്ടോ? ഞാൻ പറഞ്ഞു ഐ ടോൾഡ് അല്ലെങ്കിൽ ഐ സെഡ് എന്നൊക്കെ പറയാം. ഞാൻ കേട്ടു ഐ ഹിയർഡ്. ഐ ഹിയർഡ്. ഞാൻ കേട്ടു. ഞാൻ സംസാരിച്ചു. ഐ ടോക്ക്ഡ്. ഞാൻ അവളോട് സംസാരിച്ചു. ഐ ടോക്ക്ഡ് ടു ഹർ. ഞാൻ അവളോട് സംസാരിച്ചു. എനിക്ക് കിട്ടി. ഐ ഗോട്ട് ഹർ ഫോൺ നമ്പർ. എനിക്ക് അവളുടെ ഫോൺ നമ്പർ കിട്ടി. ഐ ഡിഡ്ന്റ് ഗെറ്റ് ഹർ ഫോൺ നമ്പർ എന്ന് പറയുകയാണെങ്കിലോ, ഐ ഡിഡ്ന്റ് ഗെറ്റ് ഹർ ഫോൺ നമ്പർ. എനിക്ക് അവളുടെ ഫോൺ നമ്പർ കിട്ടിയില്ല. അവിടെ ഡിഡ്ന്റ് എന്ന് വന്നതുകൊണ്ട് ഗെറ്റ് ആണ് പിന്നെ യൂസ് ചെയ്യാത്ത. വെർബ് വിവൺ ഫോം ആണ്. നിനക്ക് അവളുടെ വീട് അറിയുമോ എന്നിങ്ങനെ ചോദിക്കും എന്നുള്ളത് താഴെ കമന്റ് ചെയ്യാട്ടോ. അപ്പൊ ഇത്രയും സെന്റൻസ് ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് വെക്കുക. മാത്രമല്ല നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും ഡൗട്ടുകളൊക്കെ കമൻ്റ് ആയിട്ട് ചോദിക്കുക കേട്ടോ. അപ്പോൾ ശരി, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.